വിനായകനെ എല്ലാവർക്കും ഇഷ്ടമാണോ? വിനായകന് ഇഷ്ടമാണെങ്കിൽ വിനായകൻ ഈ അടുത്തൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ആദ്യം നമുക്ക് വായിക്കാം. ഇഷ്ടമായാലും ഇഷ്ടമല്ലെങ്കിലും ആ പോസ്റ്റ് നമുക്കൊന്ന് വായിക്കാം. വിനായകൻ ഈ അടുത്ത ദിവസങ്ങളായിട്ട് ഇട്ടതാണ്. പക്ഷെ പെട്ടെന്ന് അദ്ദേഹം ആ പോസ്റ്റ് മാറ്റുകയും ചെയ്തു. നമുക്ക് ആ പോസ്റ്റ് ഒന്ന് ആദ്യം വായിക്കാം. കള്ളടിച്ച് മൂത്തുപഴുത്ത് സകലതും അടിച്ചുപോയി എഴുന്നേറ്റ് നിൽക്കാൻ നാലാളുടെ സഹായം വേണ്ടി വരുന്നവന്മാർ പൊതുവേദിയിൽ വന്നിരുന്ന് ഡ്രഗ്സിനെ പറ്റി പറയുന്നത് കോമഡിയാണ്, ദുരന്തവും. മയക്കുന്നതെല്ലാം മയക്കുമരുന്നാണ്. കള്ളാണേലും കഞ്ചാവാണേലും പെണ്ണാണേലും മറ്റു ഉള്ളൊരു വാക്കുണ്ട്, അത് ഞാൻ വായിക്കുന്നില്ല. സ്വന്തമായി പൊങ്ങാനാവാതെ മറ്റുള്ളവരെ തോളിൽ തൂങ്ങി പൊതുവേദിയിൽ വന്നിരുന്ന് ടെക്നോളജിയെക്കുറിച്ച് ഒന്നും അറിയാത്ത നീയാണോ യുവതിയുവാക്കളെ ഉപദേശിക്കുന്നത്? ചത്ത ഈ ശവങ്ങളെ, വളരെ മോശമായിട്ടുള്ളൊരു വാക്കാണ്ട. ചത്ത ഈ ശവങ്ങളെ പൊതുവേദിയിൽ കൊണ്ടുവന്ന് ഇരുത്തല്ലേ, ചാകാറായാൽ വീട്ടിൽ പോയിരുന്ന് ചത്തോളണം. സിനിമ നിന്നെയൊക്കെ മയക്കുന്നത് കൊണ്ടല്ലടാ മക്കളെയും അതിലേക്ക് തള്ളിവിട്ട് കാശുണ്ടാക്കാൻ നോക്കുന്നത്. നീയൊക്കെ അല്ലടാ യഥാർത്ഥ ഡ്രഗ്സ് അഡിക്റ്റ് എന്ന് പറഞ്ഞിട്ട് വിനായകൻ ഇട്ടൊരു പോസ്റ്റാണിത്. ഫേസ്ബുക്കിൽ ഇട്ടൊരു പോസ്റ്റാണ്. സത്യത്തിൽ ഇത് ആരെക്കുറിച്ചാണ് വിനായകൻ എഴുതിയിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. വിനായകൻ അത് സൂചിപ്പിച്ചിട്ടുമില്ല. പക്ഷെ ഈ പോസ്റ്റ് വന്നതോടുകൂടി ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ പറയുന്നു അത് സലീം കുമാറിനെ പറ്റിയാണ് പറയുന്നതെന്ന് ഇങ്ങനെ കേൾക്കുന്നു. സലീം കുമാറിനെ പറ്റിയാണ് ഈ വിനായകൻ ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. സലീം കുമാറിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? സലീം കുമാർ കോമഡിയൊക്കെ ചെയ്ത്, നല്ലതുപോലെ കോമഡിയൊക്കെ ചെയ്ത് എല്ലാവരും ചിരിപ്പിച്ച് പിന്നീട് ക്യാരക്ടർ റോളുകളിലേക്ക് കടന്ന് അദ്ദേഹം 2010 ആദാമിന്റെ മകൻ അബു എന്ന സിനിമയിലെ അഭിനയത്തിന് സംസ്ഥാന അവാർഡ് വാങ്ങിയ നടനാണ് സലീം കുമാർ. 2005 അദ്ദേഹം അച്ഛനുറങ്ങാത്ത വീട് എന്ന് പറഞ്ഞ സിനിമയിലെ അഭിനയത്തിന് അദ്ദേഹത്തിന് മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന അവാർഡ് നേടിയിട്ടുണ്ട് അദ്ദേഹം. അതിനുശേഷമാണ് 2010 അദ്ദേഹം സൂപ്പർ ആയിട്ടുള്ള അഭിനയം കാഴ്ചവെച്ചത് തന്നെ. അപ്പൊ അദ്ദേഹം അങ്ങനെ നല്ല രീതിയിൽ ഏത് റോളും ചെയ്യാനുള്ള പാകമായിട്ടുള്ള നടനാണ് സലീം കുമാർ. 55 വയസ്സ് ഇന്ന് അദ്ദേഹത്തിന് ഉണ്ട്. അദ്ദേഹം കുറേ കാലങ്ങളായിട്ട് അദ്ദേഹം നടത്തുന്ന സ്പീച്ചുകളും കാര്യങ്ങളിലൊക്കെ ബോധവൽക്കരണമായിട്ടുള്ള സംസാരമാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ബോധവൽക്കരണം എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ സലീം കുമാറിന്റെ സംസാരവും പ്രസംഗവും ഒക്കെ നല്ലതുപോലെ യുവതലമുറയെ ഉത്തേജിപ്പിക്കാൻ കഴിവുള്ളവയാണ്. സലീം കുമാർ തൻ്റെ തെറ്റുകളെ, തനിക്ക് പറ്റിയിട്ടുള്ള തെറ്റുകളൊക്കെ സമൂഹത്തിനോട് വിളിച്ചു പറയുന്നത്, സമൂഹമേ നിങ്ങൾ ആ തെറ്റിലേക്ക് വീണ് പോകല്ലേ, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പാളിച്ചകൾ പറ്റിയിട്ടുണ്ട്, ആ പാളിച്ചകളിൽ എൻ്റെ കുഞ്ഞു മക്കളെ നിങ്ങൾ വീണ് പോകരുതെന്ന് സലീം കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള ആ മനുഷ്യൻ നല്ലതുപോലെ എടുത്തു പറയുന്നു, എടുത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഒരു കഴിവ് തന്നെയാണ്, കരുത്ത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഉള്ളിലെ ഗുഡ് മനുഷ്യനെ നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ സലീം കുമാർ ഈ അടുത്ത ദിവസങ്ങളായിട്ട് ഒരുപാട് വേദികളിൽ സംസാരിച്ചപ്പോൾ മദ്യത്തിനെ കുറിച്ചും മയക്കുമരുന്നിന് അഡിക്റ്റ് ആയി പോകുന്ന യുവതലമുറയുടെ പോക്കിനെ കുറിച്ചൊക്കെ നല്ലതുപോലെ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ സംസാരം കേട്ടത് കൊണ്ടാകാം വിനായകൻ ഇങ്ങനത്തെ ഈ രീതിയിലുള്ള കമന്റ് ഇടാൻ തോന്നിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഒരിക്കലും വിനായകൻ സലീം കുമാറിനെയാണ് പറഞ്ഞതെന്ന് ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ലാട്ടാ, നമ്മളത് ഊന്നി പറയുന്നുമില്ല. പക്ഷെ അതായിരിക്കാം, അങ്ങനെ ആയിരിക്കാമെന്ന് എൻ്റെ ഉള്ളിൽ നിന്നും ആരോ പറയുന്നുണ്ട്. അപ്പൊ സലീം കുമാർ ഇതേപോലെയുള്ള സ്പീച്ചുകൾ നടത്തുമ്പോൾ യുവതലമുറയോട് പിന്നെ എന്താണ് പറയേണ്ടത് എന്നും കൂടി ഈ വിനായകനെ പോലുള്ളവർ ഒന്ന് പറഞ്ഞു കൊടുക്കൂ. യുവതലമുറയോട് പോയിട്ട് പറയണോ, ഞാൻ മദ്യപിച്ച് കിറങ്ങി ഇങ്ങനെ നടന്ന ഒരാളാണ്, മയക്കുമരുന്നും ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ പൊന്നു മക്കളെ നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ അടിച്ച് പൊളിക്ക്, നിങ്ങൾ മയക്കുമരുന്ന് ഉപയോഗിക്ക്, മദ്യം കുടിക്ക്, നിങ്ങളുടെ കരളൊക്കെ ഒന്ന് നശിപ്പിച്ച് കള എന്ന് പറയണോ? അങ്ങനെയാണോ സലീം കുമാർ പറയേണ്ടത് എന്നാണോ വിനായകനെ പോലുള്ള നടന്മാർ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. വിനായകൻ എന്ത് കാര്യത്തിനാണ് ഈ പോസ്റ്റ് ഇങ്ങനെ ഇട്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി അദ്ദേഹത്തിന് വിനായകന് വ്യക്തിപരമായിട്ട് ആരെങ്കിലോടും ഒരു വിദ്വേഷം ഉള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ ഇട്ടിട്ടുള്ളത്. ഇത് ഏത് നടനെ കുറിച്ചാണെന്നോ ഒരിക്കലും വിനായകൻ പറഞ്ഞിട്ടുമില്ല. പോസ്റ്റ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അത് മാറ്റിക്കളയുകയും ചെയ്തു. പലപ്പോഴും പല പ്രശ്നങ്ങളും വരുമ്പോൾ വിനായകൻ എന്തെങ്കിലും ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ കുറിക്കാറുണ്ട്. അതിനുശേഷം ആ പ്രശ്നം കെട്ടടങ്ങിയ ശേഷം ആ പോസ്റ്റ് നീക്കം ചെയ്യാറുമുണ്ട്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു രീതി, അങ്ങനെയാണ്. പക്ഷെ ഈ അടുത്തൊരു ദിവസം ഒരു വളരെ സങ്കടകരമായിട്ടൊരു കാര്യം നമ്മൾ കണ്ടു. സലീം കുമാർ ഒരു പൊതുപരിപാടിക്ക് പോവുകയും ആ പരിപാടിക്ക് ജനങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നതിനിടയിൽ വെച്ച് പെട്ടെന്നൊന്ന് വീണുപോയി. അദ്ദേഹം ഒന്ന് വീണുപോയി. ചിലപ്പോൾ എന്തെങ്കിലും ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടായത് കൊണ്ടാവാം, അല്ലെങ്കിൽ പെട്ടെന്നൊന്ന് കാല് സ്ലിപ്പായാൽ ആരായാലും വീഴില്ലേ? വീണാൽ എഴുന്നേൽക്കണം, വീഴും, എഴുന്നേൽക്കും, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ അദ്ദേഹം ഒന്ന് വീണുപോയി. ആ വീഡിയോ നല്ലതുപോലെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നു. അദ്ദേഹം വീണതും പിന്നെ അദ്ദേഹം ഇങ്ങനെ ഒരാളുടെ കയ്യിൽ പിടിക്കുമ്പോൾ മറ്റുള്ളവർ അദ്ദേഹത്തിന് ഒരു താങ്ങാനായിട്ട് സൈഡിൽ കൂടിയൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പൊ അവരെയൊക്കെ അദ്ദേഹം ഇങ്ങനെ കൈ തട്ടി മാറ്റുന്നുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിന് അസ്വസ്ഥത തോന്നിയത് കൊണ്ടാവാം. അദ്ദേഹം ഒരാളുടെ കയ്യിൽ മുറുക്കെ പിടിച്ചിട്ടുണ്ട്, എന്നാലും അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നവരൊക്കെ ഇങ്ങനെ അദ്ദേഹത്തിന് ഒന്ന് താങ്ങി പിടിക്കുന്നത് പോലെ തോന്നുമ്പോൾ ഒരു വല്ലാത്ത ഇറിറ്റേഷൻ തോന്നിയത് കൊണ്ടാവും അദ്ദേഹം ഇങ്ങനെ കൈ തട്ടി മാറ്റുന്നത്. അപ്പൊ അങ്ങനെയുള്ള വീഡിയോകൾ വന്നപ്പോഴും അതിന്റെ താഴെ സലീം കുമാറിനെതിരെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള കുറെ കമന്റുകൾ കണ്ടു. സലീം കുമാർ എന്താണ്, അഹങ്കാരമാണോ ഇയാൾക്ക് എന്തിന്റെ കേടാണ്, കുടിച്ച് നശിച്ചത് കൊണ്ടല്ല ഇങ്ങനെയൊക്കെ വന്നത് എന്നുള്ള തരത്തിലുള്ള. പക്ഷെ ഒരിക്കലും ഒരു മനുഷ്യനെ അങ്ങനെ അധിക്ഷേപിക്കരുത്. ഇപ്പൊ ഈ വിനായകന്റെ ഈ പോസ്റ്റിൽ തന്നെ പറയുന്നുണ്ട്, ഈ ചത്ത ശവങ്ങളെയൊക്കെ, അതൊക്കെ മോശമായിട്ടുള്ള വാക്കുകൾ തന്നെയാണ്. അതുപോലെ ഒരു തെറിയായിട്ടുള്ളൊരു വാക്കും കൂടി അദ്ദേഹം ഈ പോസ്റ്റിൽ എഴുതി ചേർത്തിട്ടുണ്ട്.
അപ്പം വളരെ വിനായകൻ നല്ലൊരു നടൻ തന്നെയാണ്. വളരെ മോശമായിട്ടുള്ള വാക്കുകൾ ഒരിക്കലും വിനായകന്റെ വായിൽ നിന്നും വരരുത്, കമന്റുകളായിട്ട് കാണരുതെന്ന് അപേക്ഷിക്കുകയാണ്. കാരണം വിനായകൻ ചെയ്തു വെച്ചിട്ടുള്ള കമ്മട്ടിപ്പാടത്തിലെ ഗംഗയൊക്കെ ഇന്നും മലയാളി പ്രേക്ഷകർക്ക് നെഞ്ചിൽ തറച്ചു വെച്ച കഥാപാത്രമാണ്. അത് വേറൊരാൾ ചെയ്താലൊന്നും അത് അടിപൊളിയാവില്ല. അതുപോലെ ജയിലറിൽ അദ്ദേഹം അഭിനയിച്ച ആ വേഷം ഉണ്ടല്ലോ, അതൊന്നും മറ്റൊരു നടൻ വന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും സൂപ്പർ ആവില്ല. അതൊക്കെ വിനായകൻ മനസ്സിലാക്കണം. വിനായകനെ സ്നേഹിക്കുന്നവർ ഈ കേരളത്തിലുണ്ട്. അപ്പൊ കേരള സംസ്ഥാന അവാർഡ് 2016 വിനായകന് വാങ്ങിക്കൊടുത്ത ഗംഗയെ പോലെയൊക്കെ മറ്റൊരു നടന് ഒരിക്കലും അഭിനയിക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ അഭിനയിച്ച വിനായകനാണ് ഈ തരത്തിലുള്ള ഊള കമന്റുകളൊക്കെ ഇട്ട് സ്വയം നാറുന്നത് തന്നെ. അപ്പൊ വിനായകന്റെ ഈ കമന്റ് കണ്ടിട്ട് ആവണം സലിം കുമാറിന്റെ മകനായിട്ടുള്ള ചന്തു ഒരു കമന്റ് ഇങ്ങനെ അറിയിച്ചിട്ടുണ്ട്, എഴുതിയിട്ടിട്ടുണ്ട്. ചന്തു പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിനായകൻ ചന്തുവിനോട് പറഞ്ഞൊരു കാര്യമാണ് ചന്തു പറഞ്ഞിട്ടുള്ളത്. എന്നെ ഒരിക്കലൊക്കെ ഒരു കാലത്തൊക്കെ സീനിയർ നടന്മാരൊക്കെ മാറ്റി നിർത്തുമായിരുന്നടാ. അന്ന് എന്നെ ചേർത്ത് നിർത്തിയിട്ടുള്ളത്, എന്നെ കൂടെ കൂട്ടിച്ചേർത്തിട്ടുള്ളത്, എന്നെ ചേർത്ത് പിടിച്ചിട്ടുള്ളത് ഈ നിന്റെ അച്ഛൻ മാത്രമാണ് എന്ന് വിനായകൻ ചന്തുവിനോട് പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പൊ അത് ചന്തു ഇപ്പൊ ഈ അടുത്ത വേളയിൽ പറയുമ്പോൾ തന്നെ മനസ്സിലാവും വിനായകൻ ഉദ്ദേശിച്ചിട്ടുള്ള ആള് സലിം കുമാർ തന്നെയാണ്. അപ്പൊ സലിം കുമാർ അത്രയേറെ വിനായകനെ സപ്പോർട്ട് ചെയ്തിട്ടും വിനായകന്റെ മനസ്സിൽ നിന്ന് പൊന്തി വന്നിട്ടുള്ള മോശമായിട്ടുള്ള വാക്കുകൾ നല്ലതുപോലെ സലിം കുമാറിനെ വിഷമിപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട വിനായകൻ, താങ്കൾ ഒരു കാര്യം ചെയ്യൂ, സലിം കുമാറിനെ ഒന്നും വിളിച്ച് സംസാരിക്കൂ, ഒരു സോറി പറയൂ. അറിയാതെ ഞാൻ ചുമ്മാ ഒന്ന് അങ്ങനെ പെട്ടെന്നൊരു ദേഷ്യത്തിൽ എഴുതിയിട്ട് പോയതാണെന്നൊന്ന് പറയൂ മിസ്റ്റർ വിനായകൻ. ഇതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ്. കാരണം ചന്തു എന്ന് പറഞ്ഞിട്ടുള്ള ആ യുവ താരത്തിന്റെ മനസ്സിൽ തന്നെ ഒരു സങ്കടം വന്നിട്ടുണ്ടാവാം താങ്കളിൽ നിന്ന് ഇങ്ങനെ ഒരു കമന്റ് കണ്ടപ്പോൾ. ഒരിക്കലും സലിം കുമാർ പോയി പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളൊന്നും മോശമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അദ്ദേഹം പറയുന്നത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. യുവതലമുറയ്ക്ക് എന്നും പ്രചോദനമായിട്ടുള്ള വാക്കുകളാണ് അദ്ദേഹം പറയുന്നത്. മദ്യത്തിനെ ഒരിക്കലും പ്രൊമോട്ട് ചെയ്ത് ഒരിക്കലും സംസാരിക്കാൻ പാടില്ല, അത് തെറ്റ് തന്നെയാണ്. അപ്പൊ അതൊരിക്കലും ഇവിടെ സലിം കുമാർ ചെയ്തിട്ടില്ല. അപ്പൊ അത് അങ്ങനെയുള്ള സ്പീച്ചുകൾ കേട്ടിട്ടാണോ ഇത്തരത്തിലുള്ള കമന്റുകൾ ഇട്ടതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം വിനായകൻ തന്നെ പറയണം. ഈ വിഷയത്തിൽ എന്താണ് പ്രിയപ്പെട്ടവരെ, ഇത് കേൾക്കുന്ന ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവർക്കുള്ള അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമന്റുകളായി അറിയിക്കൂ. ഓക്കെ, ടാറ്റാ, ബൈ.